നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സന്തോഷായിരിക്കുന്നോ? ഇതുവരെയുള്ള പാഠഭാഗങ്ങളൊക്കെ എല്ലാവരും കണ്ടോ? നമ്മള് കഴിഞ്ഞ ആഴ്ച ഏത് പാഠമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? 11-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ പാത്രിയാർക്കീസ്, കാതോലിക്കോസ്, മഫ്രിയാൻ എന്നീ പദങ്ങൾ എങ്ങനെയാണ് സഭയിലേക്ക് കടന്നു വന്നതെന്നും ഈ പേരുകൾക്ക് സഭയിൽ എന്ത് സ്ഥാനമാണ് ഉള്ളതെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. ആഗോള സഭയിൽ ഈ സ്ഥാനങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഈ പദവികൾക്കുള്ള സ്ഥാനം എത്ര ആഴത്തിലുള്ളതാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞു, മനസ്സിലാക്കി. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേരളത്തിലെ സഭയിൽ ഈ കാതോലിക്ക സ്ഥാപനം എന്നാണ് നടന്നത്. എങ്ങനെയാണ് ഈ കാതോലിക്കോസ് എന്നുള്ള പദം കേരള സഭയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ പാത്രിയാർക്കൽ സഭകളെ കുറിച്ചൊക്കെയുള്ള അവബോധം നമ്മിലേക്ക് വരുന്നതും ആ ഒരു സംജ്ഞ നമ്മുടെ കേരളത്തിലെ സഭയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മള് സഭാചരിത്രം പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു 1653 കൂനക്കുരിശ് സത്യത്തോടെ സഭ രണ്ടായി പിളരുകയും പുത്തൻകൂർ, പഴയകൂർ എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി തിരിയുകയും അതിലെ പുത്തൻകൂർ വിഭാഗം അന്ത്യോക്യയിലെ സഭയുമായി ചേർന്ന് അന്തോക്യൻ ആരാധനക്രമം ഉപയോഗിക്കുകയും പിന്നീട് യാക്കോബായ സഭ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഇത് നമ്മൾ പഠിച്ചതാണ്, കണ്ടതാണ്. ഇനി സിസ്റ്റർ പറയാൻ പോകുന്ന കാര്യങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഈ അന്ത്യോക്യയിലെ പാത്രിയാർക്കീസ് ഇവിടെ കേരളത്തിലെ സഭകൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു, ഇവിടെ സന്തോഷമായിട്ട് ആധ്യാത്മികത നല്ല രീതിയിൽ ആധ്യാത്മികമായിട്ട് ആളുകൾ മുൻപോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി അന്ത്യോക്യയിൽ നിന്നുള്ള അബ്ദുള്ള പാത്രിയാർക്കീസ് കേരളത്തിൽ വരികയും ഇവിടുത്തെ സഭയുടെ ആ വളർച്ചയും തനിമയും കണ്ട് സഭയുടെ ആത്മീകവും ഭൗതികവുമായിട്ടുള്ള എല്ലാ അധികാരവും തനിക്ക് എഴുതി തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അന്ന് യാക്കോബായ സഭയുടെ തലവനായിരുന്ന വട്ടശ്ശേരിൽ മാർ ദിവന്യാസ്യോസ് പിതാവ് അതിന് വിസമ്മതിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തെ സഭയിൽ നിന്ന് മുടക്കി. ഈ മുടക്ക് അഴിക്കുന്നതിന് വേണ്ടി നമ്മുടെ മാർ ഇവാനിയോസ് പിതാവ്, അന്നത്തെ P.T. ഗീവർഗീസ് അച്ഛൻ, പണിക്കര വീട്ടിൽ അച്ഛൻ ഗീവർഗീസ് അച്ഛന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ ഈ മുടക്കഴിച്ച് അദ്ദേഹത്തെ അതിൽ നിന്ന് മുക്തനാക്കുകയും ഒരു കാതോലിക്കേറ്റ് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് അന്ത്യോക്യയിൽ നിന്ന് തന്നെയുള്ള അബ്ദത് മിശിഹ പാത്രിയാർക്കീസിനെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും 1912 നിരണത്ത് വെച്ച് അദ്ദേഹം കാതോലിക്കേറ്റ് സ്ഥാപിക്കുകയും മുറിമറ്റത്തിൽ മാർ ഇവാനിയോസിനെ ആദ്യത്തെ കാതോലിക്കയായി വാഴിക്കുകയും ചെയ്തു. വട്ടശ്ശേരിൽ മാർ ദിവന്യാസ്യോസ് പിതാവിന്റെ മുടക്കും അദ്ദേഹം അഴിച്ചുകൊടുത്തു. അങ്ങനെയാണ് യാക്കോബായ സഭയിൽ, മലങ്കര സഭയിൽ ആദ്യമായിട്ട് കാതോലിക്കേറ്റ് സ്ഥാപനവും കാതോലിക്കോസ് എന്നുള്ള ആ ഒരു പദവിയും ഉപയോഗത്തിലേക്ക് കടന്നു വരുന്നത്. ഇനി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ എന്നാണ് ഈ കാതോലിക്ക സ്ഥാപനം നടന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാവുന്നത് പോലെ ഈ യാക്കോബായ സഭയിൽ നിന്ന്, ഇന്നത്തെ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വേർപിരിഞ്ഞ് ആ സഭയിൽ നിന്ന് മാറി ആഗോള കത്തോലിക്ക സഭയുമായിട്ട് പുനരൈക്യപ്പെട്ട് വന്ന, അങ്ങനെ രൂപം കൊണ്ട സഭയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ. നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് ആ പുനരൈക്യം നടന്ന സമയത്ത്, എന്നായിരുന്നു പുനരൈക്യം? 1930 സെപ്റ്റംബർ മാസം 20-ാം തീയതി.
ഈ പുനരൈക്യം നടക്കുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് മാർ ഇവാനിയോസ് പിതാവ് ഒരുപാട് കാര്യങ്ങൾ തങ്ങൾ ഒരു സഭയായിട്ട് പുനരൈക്യപ്പെടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു തരണമെന്ന്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് അറിയിച്ചുകൊണ്ട് പല എഴുത്തുകുത്തുകളും നടത്തിയിരുന്നു. അതിന്റെ ഫലമായിട്ട് ആധ്യാത്മികത, അതുപോലെ നൈയാമികത, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ റോം അനുകൂലമായിട്ടുള്ള ഒരു മറുപടി നൽകിയെങ്കിലും ചില കാര്യങ്ങളിൽ റോം അനുവാദം തന്നില്ല. അത് പിന്നീട് പരിഗണിക്കാം എന്നുള്ള രീതിയിൽ അതിനെ മാറ്റിവെക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് പുനരൈക്യപ്പെട്ട മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഒരു മെത്രാപ്പോലിത്തൻ സഭയായിട്ടാണ് ആഗോള സഭയിൽ അതിന്റെ സ്ഥാനം നമുക്ക് ലഭിച്ചത്. നമ്മുടെ അന്നത്തെ മെത്രാപ്പോലിത്തയായിരുന്ന മാർ ഇവാനിയോസ് പിതാവ് പുനരൈക്യപ്പെട്ട സമയത്ത് അന്നു മുതൽ അദ്ദേഹത്തെ മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പായിട്ടാണ് ആ സ്ഥാനമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ എന്താണ് ഈ മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പ് എന്ന് പറയുമ്പോൾ അതും മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ മെത്രാപ്പോലിത്തൻ സഭ എന്ന് പറയുമ്പോൾ ആ സഭയ്ക്ക് സുനഹദോ സംവിധാനമോ സിനഡൽ സംവിധാനമോ അതുപോലെ സ്വയംഭരണ അവകാശമോ ഒന്നുമില്ല. മാത്രവുമല്ല, ഈ ആർച്ച് ബിഷപ്പിന് മറ്റ് മെത്രാന്മാരുടെ മേൽ യാതൊരു അധികാരവും ഇല്ല. ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സഭയായിരുന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭ. പുനരൈക്യത്തിൽപ്പെട്ട ആ നാൾ മുതൽ ഇങ്ങനെയായിരുന്നു മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. 2005 ഫെബ്രുവരി മാസം 10-ാം തീയതി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മുടെ ഈ മെത്രാപ്പോലിത്തൻ ഭരണ സംവിധാനത്തിലായിരുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായിട്ട് ഉയർത്തുകയും അതിന്റെ തലവനെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. അന്ന് സഭയെ നയിച്ചുകൊണ്ടിരുന്നത് അഭിവന്യ സിറിൽ മാർ ബസേലിയോസ് പിതാവായിരുന്നു. പിതാവിനെയാണ് ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തിയത്. പൗരസ്ത്യ കാനൻ നിയമം അനുസരിച്ച് പാത്രിയാർക്കീസിനുള്ള എല്ലാ അധികാരവും അവകാശങ്ങളുമാണ് മേജർ ആർച്ച് ബിഷപ്പിനും ഉള്ളത്. 1992 നിലവിൽ വന്ന പൗരസ്ത്യ കാനൻ നിയമം അനുസരിച്ച് 4 അധികാര ശ്രേണിയിലാണ് സഭകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇങ്ങനെയാണ്: പാത്രിയാർക്കൽ സഭകൾ, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകൾ, മെത്രാപ്പോലിത്തൻ സഭകൾ, ഒരു മെത്രാൻ മാത്രമുള്ള എപ്പാർക്കിയൽ സഭകൾ. ഇതിൽ പാത്രിയാർക്കൽ സഭകളും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകളും നൈയാമികമായി എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് ഒരേ അവകാശവും ഒരേ സ്ഥാനവും ഉള്ള സഭകളാണ്. ഈ പദവിയിലുള്ള 4 സഭകളാണ് ഇന്ന് ആഗോള കത്തോലിക്ക സഭയിലുള്ളത്. ഉക്രൈനിയൻ കത്തോലിക്ക സഭ, സിറോ മലബാർ കത്തോലിക്ക സഭ, സിറോ മലങ്കര കത്തോലിക്ക സഭ, റുമേനിയൻ കത്തോലിക്ക സഭ. ഇത് പൗരസ്ത്യ കാനൻ നിയമം അനുസരിച്ചുള്ള വിശകലനമാണ് നമ്മൾ നടത്തിയത്. മലങ്കര സഭാ പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഈ സഭയെ ഉയർത്തി എന്ന് പറയുമ്പോൾ ഈ സഭയിൽ കാതോലിക്കേറ്റ് സ്ഥാപിക്കപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. മലങ്കര സഭ പാരമ്പര്യവും ആരാധനക്രമവും പൈതൃകവും എല്ലാം പിന്തുടർന്നു വരുന്ന സഭ എന്നുള്ള നിലയിൽ നമ്മുടെ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി എന്ന് പറയുമ്പോൾ കാതോലിക്കേറ്റ് സംവിധാനം ഇവിടെ നിലവിൽ വന്നുവെന്നും മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുമ്പോൾ അത് കാതോലിക്കോസ് എന്ന പദം അല്ലെങ്കിൽ ആ പദവി നമ്മുടെ സഭയിലേക്ക് ലഭിച്ചു എന്നുമാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോ യാക്കോബായ ഓർത്തഡോക്സ് സഭകളിൽ കാതോലിക്കോസ് എന്ന് വിളിക്കപ്പെടുന്നത് പോലെ തന്നെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലും മേജർ ആർച്ച് ബിഷപ്പ് ആയ നമ്മുടെ കാതോലിക്ക ബാവയെ കാതോലിക്കോസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ബാവ എന്ന വാക്കിന്റെ അർത്ഥം പിതാവ് എന്നാണ്. അപ്പോൾ മനസ്സിലായോ? നൈയാമികമായി നോക്കിക്കഴിഞ്ഞാൽ മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുമ്പോഴും കാതോലിക്കോസ് എന്ന് പറയുമ്പോഴും ഒരേ സ്ഥാനവും ഒരേ അവകാശവും ഒക്കെയാണ് 2 പദങ്ങൾക്കും ഉള്ളത് എന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി ഈ തലങ്ങളിൽ നിന്നുകൊണ്ടാണ് പൗരസ്ത്യ കാനൻ നിയമം അനുസരിച്ച് മേജർ ആർച്ച് ബിഷപ്പ് എന്നും മലങ്കര സഭാ പാരമ്പര്യം അനുസരിച്ച് കാതോലിക്കോസ് എന്നും കൂടി ചേർത്ത്
മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ്, ഈ രണ്ട് പദങ്ങൾ ഒരുമിച്ച് ചേർത്താണ് നമ്മുടെ കാതോലിക്ക ബാവയെ വിശേഷിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായിട്ട് ഉയർത്തി എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ളൊരു പദവി ആഗോള സഭയിൽ ലഭിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് സുവിശേഷ ദൗത്യം, ലോകം മുഴുവനും സുവിശേഷം അറിയിക്കുവാനുള്ള യേശുനാഥന്റെ ആഹ്വാനം, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന യേശുമിശിഹായുടെ ആ ആഹ്വാനം, അത് ഏറ്റെടുത്തതിന്റെ ആ ഒരു തീക്ഷ്ണത അല്ലെങ്കിൽ അതിന്റെ ഒരു ആഴം കൂടുതൽ തീക്ഷ്ണതയോടെ നിറവേറ്റാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരായി എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുവിശേഷ പ്രഘോഷണത്തിന് 3 പ്രധാന ദൗത്യങ്ങൾ അല്ലെങ്കിൽ അതിന് 3 പ്രധാന തലങ്ങളാണ് ഉള്ളത്. ഒന്നാമതായി പഠിപ്പിക്കുക, 2 ആഘോഷിക്കുക, 3 ജീവിക്കുക. ഈ 3 കാര്യങ്ങളും ഒരേപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ എല്ലാവരെയും സുവിശേഷം അറിയാത്ത എല്ലാവരിലേക്കും സുവിശേഷം എത്തിക്കുന്നത് വഴിയായിട്ട്, അതുപോലെ സഭയുടെ കാര്യങ്ങളിൽ കൂടുതൽ തീക്ഷ്ണതയോടെ പങ്കുചേർന്നുകൊണ്ട്, മതബോധന കാര്യങ്ങളിൽ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പങ്കെടുത്തുകൊണ്ട് അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ആ സഭയുടെ പഠിപ്പിക്കുക എന്നുള്ള ആ ഒരു ദൗത്യത്തിൽ നമ്മൾ പങ്കുചേരുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിനെ അറിയാത്ത എല്ലാവർക്കും ക്രിസ്തുവിനെ നൽകുവാനായിട്ടുള്ള ദൗത്യം ഇതുവഴി നമ്മൾ സ്വീകരിക്കുന്നു. ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു സെലിബ്രേഷൻ, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആഘോഷം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആരാധന ക്രമത്തിലും കൂദാശ അധിഷ്ഠിതമായ ജീവിതത്തിലും അത് എങ്ങനെ നമ്മൾ ജീവിക്കുന്നു, ആരാധന ക്രമത്തിലൊക്കെ നമ്മൾ എങ്ങനെ സംബന്ധിക്കുന്നു എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ആരാധന ക്രമത്തിൽ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലും മറ്റെല്ലാ കൂദാശകളിലും വളരെ തീക്ഷ്ണതയോടുകൂടി പങ്കെടുക്കുക. ഒരിക്കലും ഇതിനൊന്നും മുടക്കം വരുത്താതെ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി നാം എന്ത് പഠിപ്പിക്കുന്നുവോ അത് അറിഞ്ഞു മനസ്സിലാക്കി ആഘോഷിക്കുവാനുള്ള ഒരു ദൗത്യം ഇതുവഴി നമ്മൾ സ്വീകരിക്കുന്നു. ഇനി ജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരു മിഷണറി സഭയുടെ ഭാഗമെന്ന നിലയിൽ നാം ഓരോരുത്തരും ഒരു മിഷണറിയായി തീരുമ്പോഴാണ് ആ ഒരു ദൗത്യം പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അർത്ഥവത്താക്കി മാറ്റുന്നത്. അപ്പോൾ ഈ പ്രഘോഷിക്കലും ആഘോഷിക്കലും എല്ലാം നല്ല ഭംഗിയായിട്ട് നടത്തിയാലും ജീവിതത്തിൽ അത് ശരിയായിട്ട് നിറവേറ്റാൻ സാധിക്കാതെ വന്നാൽ, ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ മറ്റു 2 കാര്യങ്ങളും എത്ര നന്നായി ചെയ്തു എന്ന് പറഞ്ഞാലും ആളുകൾ കൂടുതൽ നോക്കുന്നത് എന്തിലേക്കായിരിക്കും? നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഓർഡർ ഒന്ന് തിരിച്ചെടുക്കുകയാണ്. ജീവിക്കുക, ഏറ്റവും പ്രധാനമായിട്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ജീവിക്കുക എന്നുള്ള ആ ഒരു ദൗത്യം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും, ഞാൻ എന്ത് പഠിപ്പിക്കുന്നു, ഞാൻ എന്ത് ആഘോഷിക്കുന്നു, അത് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ മാതൃക നൽകി ക്രിസ്തുവിനെ സാക്ഷിയായി ജീവിക്കും എന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തി എന്ന് പറയുമ്പോൾ ആ ദൗത്യം അതിനാൽ തന്നെ നാം ഓരോരുത്തരിലും നിക്ഷിപ്തമായിരിക്കുന്നു. മനസ്സിലായോ എല്ലാവർക്കും? എല്ലാവരുടെയും മുൻപിൽ എന്തോ ഒരു പ്രത്യേക സ്ഥാനം എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ കർമ്മ മേഖലകളാണ് കൂടുതൽ ആഴമുള്ളതായി തീരേണ്ടതും നാം കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതും അതിന് തന്നെയാണ്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സുവിശേഷ ദൗത്യം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കി അതിൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിനായി സർവേശ്വരൻ വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നൽകട്ടെ.